എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കുടിവെള്ള വിതരണ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി റോഡ് കുഴിച്ച് കരാറുകാരൻ, വഴിയടഞ്ഞ് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ചന്തപ്പുര ജംഗ്ഷനിൽ നിന്നും ഉഴുവത്ത് കടവിലേക്കുള്ള റോഡിന് നടുവിലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി കുഴിയെടുത്തത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. നാട്ടുകാർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിൽ വൻ ഗർത്തമാണിവിടെയുള്ളത്. മുന്നറിയിപ്പ് ബോർഡോ അപകട സൂചനാ വിളക്കോ സ്ഥാപിക്കാതെ റോഡ് കുഴിച്ച നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. നാട്ടുകാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുകയും വഴിയാത്രക്കാർക്ക് മുന്നിൽ അപകടക്കെണിയൊരുക്കുകയും ചെയ്ത പ്രവൃത്തിയിൽ വാർഡ് കൗൺസിലറും CPM ഏരിയ സെക്രട്ടറിയുമായ KR ജൈത്രൻ പ്രതിഷേധിച്ചു. അടിയന്തരമായി റോഡ് തുറന്നു നൽകിയില്ലെങ്കിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് KR ജൈത്രൻ മുന്നറിയിപ്പ് നൽകി. കൊടുങ്ങല്ലൂർ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ചന്തപ്പുര. ചന്തപ്പുരന്ന് കിഴക്കോട്ട് പോകുന്ന ഉഴുവത്തുകടവ് റോഡ്. അവിടെ പൈപ്പ് ലൈൻ മാറ്റുന്നതിൻ്റെ ഭാഗമായി ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് വലിയൊരു കുഴിച്ചേക്കണം. ഇന്ന് രാവിലെ മുതൽ ആളുകൾക്ക് ഇതിൽ നടക്കാൻ പോലും പറ്റുന്നില്ല. വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്ന് വേണമെങ്കിൽ വയ്ക്കാം. വികസന പ്രവർത്തനമാണ്, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതിനൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ ഒരു മുന്നറിയിപ്പില്ലാതെ, ഒരു മുന്നറിയിപ്പ് ബോർഡ് പോലും വെക്കാതെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്ന് പറഞ്ഞാൽ കാവിൽക്കടവ്, ഉരുവത്തുകടവ്, അതുപോലെ വയലാർ പോലുള്ള പ്രദേശങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന റോഡാണ്. ആ റോഡ് പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഒരാൾ നടന്നു പോകുകയാണെങ്കിൽ ആ കുഴിയിലേക്ക് വീഴും. ഒരാന വീണാൽ പോലും അറിയാത്ത രീതിയിലുള്ള വലിയ കുഴിയാണ് കുഴിച്ചിട്ടേക്കുന്നത്. അത് പെട്ടെന്ന് പണി തീർക്കുകയാണെങ്കിൽ കുറേ ആളുകൾ ക്ഷമിക്കും. ഒരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഏകദേശം 3 മാസത്തിലേറെ കാലം ഇതുപോലുള്ള കുഴിയോടെ കുഴിച്ചിട്ടിരുന്നു. അന്നിവിടുത്തെ ആളുകളൊക്കെ മുഴുവൻ പരമാവധി അതിനോട് ക്ഷമിച്ച് സഹിച്ച് പൂർണ്ണമായി അതിനോട് സഹകരിച്ചതാണ്. 3 മാസത്തോളമാണ് ആ കുഴി, ഇതുപോലുള്ള കുഴി അവിടെ കുഴിച്ചിട്ട്. ഇപ്പോൾ പൈപ്പ് മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വലിയ കുഴി കുഴിച്ചിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് തന്നെ അടച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് നടക്കാനുള്ള സൗകര്യം പോലും കൊടുക്കാതെ മുന്നറിയിപ്പ് ബോർഡ് പോലും ഇല്ലാതാണ് ഈ ഹൈവേ അതോറിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കരാറുകാരെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഒരു യോഗം വിളിച്ചിരുന്നു. ജനങ്ങളുടെ സഞ്ചാര വിഷയവുമായി ബന്ധപ്പെട്ട്, ഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി. അതായത് ബൈപ്പാസ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ജനങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. നമ്മളൊക്കെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാണ്. പക്ഷേ നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ പ്രദേശത്തെ കിഴക്കോട്ടുള്ള ആളുകൾക്ക് ഒന്ന് കാൽനടയായി പോകാൻ കഴിയാത്ത രീതിയിലാണ്. അഥവാ പോയി കഴിഞ്ഞാൽ ഈ കുഴിയിലേക്ക് വീഴും. ഒരു സെക്യൂരിറ്റി സംവിധാനം, ഒരു സുരക്ഷിത സംവിധാനം പോലും ഏർപ്പെടുത്താതെ, ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു ബോർഡ് പോലും വെക്കാതെ രാത്രി സമയങ്ങളിൽ പോലും വലിയ കുഴി കുഴിച്ചിട്ടിരിക്കുന്നത് ഏറ്റവും അപകടകരമാണ്. ജനങ്ങളുടെ ജീവിത സുരക്ഷയ്ക്ക് പോലും അപകടകരമായ രീതിയിലാണ് കുഴി കുഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വഴി നടക്കാനുള്ള ഒരു ചെറിയ വഴി, ഒരു കൊച്ചു വഴി, പ്രത്യേകിച്ച് നല്ല സുരക്ഷിതത്വമായി ജനങ്ങൾക്ക് നടക്കാൻ, ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായമായ ആളുകൾ, കൊച്ചു കുട്ടികൾ, സ്ത്രീകളൊക്കെ നടക്കുമ്പോൾ ഈ കുഴിയിലേക്ക് വീഴാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് വളരെ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് പറയാനുള്ളത്, വളരെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തണം. പലതവണ ഇക്കാര്യം പറഞ്ഞിട്ടും ഹൈവേ അതോറിറ്റി ഇക്കാര്യത്തിലൊരു സഹകരണ മനോഭാവം കാണിക്കുന്നില്ല. അങ്ങനെ കാണിച്ചില്ലെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്താൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും അതിനു മുൻപ് തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.